Hi dear friends, Assalamu alaikum. Namaskaram. It's me Raihana Jafar. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ, വലിയ ജീരകം പൊടിച്ചത്. ഇനി ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇനി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇതേപോലെ കുഴച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടത്. നിങ്ങളിതുപോലെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 4-5 വിസിൽ, നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു 4-5 വിസിൽ അടിച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കൊണ്ടാട്ടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കമുളക് ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചൂടാക്കി ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കൊണ്ടാട്ടമുളക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു 2-3 കൊണ്ടാട്ടമുളക് വേണമെങ്കിൽ അതും എടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ വെള്ളമൊന്നും വെച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ബീഫ് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അതുവരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പോലെ നമ്മുടെ ബീഫൊക്കെ ഒന്ന് കളർ മാറി നല്ലൊരു ബ്രൗൺ കളർ, നല്ലൊരു കറുപ്പ് കളറാവുന്ന വരെ നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പരന്ന ചട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരട്ടെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ്. ഇനി ഒന്നും കൂടെ ഒന്ന് കളർ ചേഞ്ച്, നല്ലൊരു ബ്ലാക്ക് കളറാവുന്ന വരെ നമുക്കൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കൊണ്ടാട്ടം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. ഇപ്പോൾ ഇതാ ഏകദേശം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റണം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ തന്നെ ഒന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഈ ബീഫിലേക്കൊക്കെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ ബീഫ് വേവിച്ചപ്പം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 സ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇനി ഒരു ഏകദേശം 1 സ്പൂണോളം ഗരം മസാല പൊടിച്ചത് കേട്ടോ. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ കുറച്ച് മതി, കാരണം നമ്മൾ ബീഫിൽ അത്യാവശ്യം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉണക്കമുളക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. ഇനി ക്രഷ് ചെയ്യാത്ത ഉണക്കമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ബീഫ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു ബീഫ് കൊണ്ടാട്ടത്തിന്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചൊന്ന് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഒക്കെ എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം തന്നെ കാണാൻ നമുക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മല്ലിയുടെ ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് നല്ലപോലെ ഇറങ്ങി നല്ലൊരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, അസ്സലാമു അലൈക്കും.